വള്ളംകളി മത്സരം ആരംഭിക്കുകയാണ്. ഈ ജലോത്സവം കാണാൻ വന്നിട്ടുള്ള നിങ്ങൾക്കേവർക്കും നാട്ടാശ്ശേരി ബോൾ ക്ലബിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ചമ്പക്കുളം, പാർത്ഥസാരഥി, കല്ലുപ്പറമ്പൻ, കുളുക്കുന്ന് എന്നീ ചുണ്ടൻ വള്ളങ്ങൾ റോയൽ ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുന്നതാണ്. വരണം, ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. വരുന്ന വഴിക്ക് ടയർ പഞ്ചറായി, അതാണ് അല്പം വൈകിയത്. കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ മോളെ? അവൾക്ക് പരിശീലനമേ. ഉണ്ണി എവിടെ? അവൻ ബോൾ ക്ലബിന്റെ സെക്രട്ടറി അല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. മരുമകൾ വീട്ടിലില്ലേ? ഉണ്ട്. അവളെ കൂടി കൊണ്ടുവരാമായിരുന്നല്ലോ. തമ്പി എന്തായി പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റസിന് കൂട്ടത്തിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പെണ്ണാണോ അവൾ? ആരെങ്കിലും ഇത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തും. ബാലന് വിഷമം തോന്നൂല്ലേ? തോന്നണം. അങ്ങനെയെങ്കിലും അവൻ തെരഞ്ഞെടുത്ത പെണ്ണ് കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് അവൻ മനസ്സിലാക്കട്ടെ. മത്സരം ആരംഭിച്ചു. ഇരിക്കണം. നമ്മൾ അവിടെ ആയിരുന്നപ്പോ അവന് ചോറ് വെച്ച് കൊടുത്തതല്ലേ, ഇനി അടുക്കള കാര്യമില്ല, അവനെ ഒന്ന് നോക്കട്ടെ. അത് തെറ്റൊന്നുമില്ല, പക്ഷെ ജോലി രാജിവെക്കട്ടെ. ബാലൻ സമ്മതിക്കുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നീ ഇതൊന്നും അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. ശരി, വെക്കോ. കോമതി, നിന്റെ ശമ്പളം 100 രൂപ കൂടുതലുണ്ട്. ഇന്ന് തന്നെ പിരിഞ്ഞു പോയിക്കോളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കൊച്ചെന്ന് എന്നെ പറഞ്ഞു വിടുന്നത്? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? ഇവിടെ ഇനി ഒരു ജോലിക്കാരുടെ ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ മാത്രമുള്ള ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇന്ന് തന്നെ പൊയ്ക്കോ. നിന്റെ ഓഫീസിൽ നിന്റെ ഭാര്യ സ്റ്റെനോവായിട്ട് ജോലി ചെയ്യുന്നത് എനിക്ക് ആക്ഷേപമാണ്. അമ്മയ്ക്കത് വിഷമമാണെങ്കിൽ ഗീതയോട് രാജിവെക്കാൻ പറബാല. ഒരു ജോലിയുള്ളത് എന്തിനാ കളയുന്നത്? നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയില്ലെങ്കിലും കഴിയാനുള്ള സ്വത്ത് ഇവിടെയുണ്ട്. അത് തന്നെയല്ല, ഒരു ജോലിക്കാരുണ്ടായിരുന്നവൾ പിരിഞ്ഞുപോയി. ഇന്നത്തെ കാലത്ത് ഇനി വീട്ടുജോലിക്ക് ഒരാളെ കിട്ടുക പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ ഗീത ഉദ്യോഗം രാജിവെക്കുന്ന പറയുന്നത് വീട്ടുജോലി ചെയ്യാൻ വേണ്ടിയാണോ? വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വീട്ടുജോലി എന്നല്ലേ പറയുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ 3 പെണ്ണുങ്ങളില്ലേ? വീട്ടുജോലിക്ക് ആരും കിട്ടിയില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഗീത ജോലി രാജിവെക്കണം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം? നിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം അത് അവളോടൊന്ന് ആലോചിച്ചിട്ടാ പറയാനൊക്കൂ. എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? അമ്മ പറഞ്ഞതില് തെറ്റൊന്നുമില്ല. അപ്പോ ഉദ്യോഗം രാജിവെക്കണമെന്നാണോ? അത് തീരുമാനിക്കേണ്ടത് ബാലേട്ടനല്ലേ? എന്റെ ഭാര്യ സ്റ്റെനോയായിട്ട് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അമ്മയ്ക്ക് ആക്ഷേപമാണെന്ന് പറയുന്നു. മറ്റൊരു ഓഫീസിൽ സ്റ്റെനോയായിട്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഉദ്യോഗം റിസൈൻ ചെയ്യാം. ബാലേട്ടനൊന്ന് പറയേ വേണ്ടു. ഗീതയ്ക്ക് അതിൽ വിഷമമില്ലേ? ഞാനെന്തിനാ വിഷമിക്കുന്നത്? സ്വന്തമായി ഒരു വരുമാനം ഉള്ളത് ഉപേക്ഷിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. എന്ത് കിട്ടിയോളാണ് ഞാൻ? എനിക്കിനി സ്റ്റെനോയുടെ ശമ്പളം എന്തിന്? തകർത്ത് കളഞ്ഞല്ലോ എന്നെ. ഭയങ്കര അടി. ഈ നിധി എന്ന് പറഞ്ഞ എന്നെ ഉദ്ദേശാണോ? അപ്പോ ഉദ്യോഗം രാജിവെക്കാമെന്നല്ലേ? നമസ്തേ. നമസ്തേ. ഇതാരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്? ഇരിക്കും. ഗീതേ, കാപ്പി. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഒരു മഹിളാ സമാജം ഉണ്ടെന്ന് അറിയാമല്ലോ. കൊള്ളാം. അറിയാതിരിക്കാൻ കാര്യം? അതിന്റെ വാർഷികമാണ്. അധ്യക്ഷയായിട്ട് എന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ദയവേത് എതിലൊന്നും പറയരുത്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതുകൊണ്ട് ഒഴിഞ്ഞു മാറരുത്. ഞാൻ ഒഴിഞ്ഞു മാറിയില്ലല്ലോ. ഞങ്ങളുടെ സംഘടനയുടെ ഭാഗ്യം. ഒരു ഗാനമേളയുണ്ട്. പാടേണ്ടത് ഞാനാണോ? മോളെ, ഇവിടെ വരൂ.
ഇരിക്കെ. ഇത് എന്റെ മകളാ, പ്രൊഫസർ സുലോചന. ഞങ്ങൾക്കറിയാം. മോളിവരൊക്കെ അറിയുമോ? പിന്നെ ഞങ്ങൾ പഴയ പരിചയക്കാരല്ലേ. സമ്മേളനത്തിന് പ്രൊഫസറെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കണോ? വേണ്ട വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. മോളില്ലാതെ അമ്മ ഒറ്റയ്ക്കൊന്നും പോവില്ലല്ലോ. ആ, ഇതെന്റെ മകൻ എഞ്ചിനീയർ ബാലകൃഷ്ണൻ. ഇവരേക്ക് എന്തിനാ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ. അമ്മ റിട്ടയർ ചെയ്തിരിക്കല്ലേ, അല്പസ്വല്പം മറവിയൊക്കെ കാണും. മീറ്റിംഗിന് അത്യാവശ്യമായിട്ട് അമ്മയെ ചാക്കരാൻ ഇറങ്ങിയതായിരിക്കും. അതെ, ഒരു ഗാനമേളയുണ്ട്. ഇതാ വേണ്ട, ഞാൻ നീ തരാനാ പറഞ്ഞ. ഇതെന്റെ ഭാര്യ ഗീത. എന്റെ ഓഫീസിലെ സ്റ്റെനോ ആയിരുന്നു. ഇപ്പൊ ജോലി കളഞ്ഞു, വെറും ഭാര്യ. അടുക്കള ഭരണം. ഇരിക്കൂ. ഇങ്ങോട്ടിരിക്കും. ഇരിക്കാനാ പറഞ്ഞത്. എന്നാ പരിപാടി? അടുത്ത 18-ാം തീയതി. ഓ, 18-ാം തീയതിയോ? ഞങ്ങൾ നേരത്തെ തന്നെ വരാം. അത് ഞങ്ങൾ ക്ഷണിച്ചില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. എങ്കിൽ വേഗം ഒന്ന് ക്ഷണിച്ചേക്ക്. എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ ക്ഷണിക്കുന്ന മോശമല്ലേ? മിസ്സസ് ഗീതയുടെ വീട് എവിടെയാ? അപ്പോ നിങ്ങൾക്കൊക്കെ പോകാൻ തിടുക്കമായിരിക്കും. പല സ്ഥലത്തും പോകാനുള്ളതല്ലേ. ഞങ്ങൾ ഇറങ്ങുകയാണ്. അല്ല, ഗീതയുടെ വീട് ചോദിച്ചില്ലേ? കൊട്ടാരക്കരയാണ്. അച്ഛനൊരു റിട്ടയർഡ് UP സ്കൂൾ അധ്യാപകനാണ്. പ്രോഗ്രാം നോട്ടീസ് അയക്കുമല്ലോ. നാളെ തന്നെ അയച്ചേക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ വരട്ടെ. ശരി. അവനോ നാണമില്ല. നമ്മളീ നാണം കെടുത്താതെ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇതെല്ലാം പ്രതികാരമാണെന്നേ. അവൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയി പോയി അവസാനം അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. പകരം നമ്മുടെ രാധിക ഇവിടെ വരികയും ചെയ്യും. നീ നോക്കിക്കോ. കാപ്പി. അമ്മ എവിടെ പോയി? അമ്മയും ചേച്ചിയും കൂടി മഹിളാ സമാജക്കാരുടെ പരിപാടിക്ക് പോയി. നിന്നെ വിളിച്ചില്ലേ? ഓ, ഞാൻ അവര് പോകാൻ നേരം നിന്നെ വിളിച്ചില്ല എന്നാ ചോദിച്ചേ. എന്നെ എന്തിനാ വിളിക്കുന്നേ? എന്തിനാണോ? വേഗം ഡ്രസ് മാറിട്ടോ. അയ്യോ, ഞാൻ പോകുന്നില്ല. പോകുന്നുണ്ട്. മര്യാദയ്ക്ക് മാറിട്ടോ. കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ളവയാണ്. അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബലപരീക്ഷണം, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോര്, അങ്ങനെ അങ്ങനെ കുടുംബ ഭദ്രതയുടെ അടിത്തറ തകർക്കുന്ന താളപ്പിഴകൾ നിരവധിയാണ്. ഇതിന്റെ എല്ലാം ഉത്ഭവം സ്നേഹമില്ലായ്മയിൽ നിന്നാണെന്ന് അല്പമൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന മഹത്വചനം നമ്മൾ മറക്കാതിരിക്കുക. ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്ന ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർ പരസ്പരം സ്നേഹിക്കുക. എല്ലാ വികാരങ്ങളും നമുക്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. പൊള്ളയായ തറവാടിത്തത്തിന്റെയും സമ്പന്നതയുടെയും പൊയ്മുഖങ്ങൾ വലിച്ചെറിയുക. ഒരു മുന്നുകൊണ്ടുപോലും അന്യരെ വേദനിപ്പിക്കാതിരിക്കുക. എന്റെ ഈ ഉപസംഹാര പ്രസംഗം ഇനിയും നീട്ടുന്നില്ല. അടുത്തതായി ഗാനമേളയാണ്. അതിനുവേണ്ടി ഈ വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് സമ്മേളനം കഴിഞ്ഞതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നമസ്കാരം. നിങ്ങൾ വെളിയിലായി പോയല്ലേ? സോറി. കേറിപ്പോഴേ. ഇത് പൂട്ടിയിട്ട് പോകാൻ നിന്നോട് ആര് പറഞ്ഞു? ഇല്ലെങ്കിൽ കള്ളം കയറിയില്ല അമ്മേ. ഈശ്വരനല്ലേ പിരിച്ചുവിട്ടു, ഗോമതിയെ പിരിച്ചുവിട്ടു. വേറെ ആരിരിക്കുന്നു? ഗീതയെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞാനെങ്കിലും ഇവിടെ കാവലിരുന്ന് തന്നെ. കേട്ടോമേ, അമ്മയുടെ പ്രസംഗം തകർത്തു. കുടുംബ ഭദ്രതയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ പറ്റി അമ്മ ഒരു കലക്ക് കളിക്കില്ലേ? അത് കേട്ടപ്പോ നിർത്തി. അമ്മ വിശക്കുന്നു. ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അയ്യോ, നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു.
നല്ല ചൈനീസ് ഫുഡ്. ഞാൻ വേഗം അരി വെക്കാം. വേണ്ട, അതിന് കുഞ്ഞിന്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിയുണ്ട്. വേണ്ടതെല്ലാം അടുക്കളയിലും ഉണ്ട്. അവരുണ്ടാക്കിക്കോളും, അവര് കഴിച്ചോളും. നിന്റെ ഔദാര്യം ഒന്നും അവർക്ക് വേണ്ട. വാ. ഇതെല്ലാം അവള് പറഞ്ഞു ചോദിച്ചിട്ടുള്ളതാ. നേരെ അമ്മേ, ഞാൻ പോയി കഞ്ഞി വെക്കാം. കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെണ്ണ് പാചകം ചെയ്താൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്ന അമ്മായി അമ്മയും നാത്തൂന്നെ ഇറന്നോട്ടെ. അത്താഴം കഴിച്ചില്ലെന്ന് വെച്ച് ചത്തുപോത്തൊന്നുമില്ല. ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കേണ്ടെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞാണ്, കേട്ടോ? ഇതൊക്കെ ഒരു ആവശ്യമാണ് ഗീതേ. ഇത്രയും വയസ്സായ അമ്മയെ ഇനിയെങ്കിലും നല്ലപോലെ വളർത്തിയെടുത്തില്ലെങ്കിൽ ദൈവദോഷം ഉണ്ടാവും. നിങ്ങൾ ശാരി മാറ്റിട്ടോ. എനിക്കൊന്ന് അങ്ങോട്ട് വരണമെങ്കിൽ രണ്ടാളിന്റെ സഹായം വേണം. മാത്രവുമല്ല, ഞാൻ അവിടെ വരുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടവുമല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തതും അതുകൊണ്ട് തന്നെ. അതെനിക്കറിയാം മക്കളെ. ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാ ഇപ്പൊ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അച്ഛന് സുഖമില്ല. അച്ഛനെന്താ പറ്റി? നെഞ്ചുവേദനയായിട്ട് തുടങ്ങിയതാ. നിങ്ങൾ രണ്ടുപേരെയും കാണണമെന്ന് പറയുന്നു. തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. 12 ദിവസമായി. ഇതിനിടെ 2 എഴുത്തയച്ചു. എന്നിട്ട് നിങ്ങളെ കാണാത്തത് കൊണ്ടാണ് ആളെ വിട്ടത്. എഴുത്ത് എങ്ങോട്ട് അയച്ചെന്നാ പറഞ്ഞേ? ഇവളുടെ പേരിൽ ബംഗ്ലാവിലേക്ക്. അയ്യോ, എനിക്കിതുവരെ ഒരെഴുത്തും കിട്ടിയില്ലല്ലോ. ഓഹോ. ഏതായാലും ഇനിയെങ്കിലും രണ്ടുപേരും കൂടെ പോയി അച്ഛനെ ഒന്ന് കാണണം. ശരിയമ്മേ, ഇന്ന് തന്നെ പോയേക്കാം. ഇറങ്ങട്ടെ. എന്റെ കയ്യിൽ ആരും കത്തുകൊണ്ട് തന്നിട്ടില്ല. ചേച്ചിക്കറിയാം? എനിക്കറിഞ്ഞൂടാ. വാ. ബാല്യം ഗീതയും വന്നില്ലേ എന്ന് അവസാന നിമിഷം വരെയും ചോദിച്ചു. മരിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനൊന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹം ചെയ്തു? അതിന് ഞങ്ങളാണ് നിന്റെ അച്ഛനെ കൊന്നത്. ഇത് നല്ല ഏർപ്പാടാ. വല്ലവരും കേട്ട എന്ത് വിചാരിക്കും? എനിക്ക് വന്ന് കത്തുകൾ തന്നിരുന്നെങ്കിൽ. അതിന് കത്ത് ഞങ്ങളുടെ കിട്ടിയിട്ട് വേണ്ടേ? പോസ്റ്റ്മാൻ ബിന്ദുവിന്റെ കയ്യിലാണ് കത്ത് കൊടുക്കുന്നത്. അവള് വല്ലയിടത്തും കളഞ്ഞിട്ടുണ്ടോന്ന് ആർക്കറിയാം? കുഞ്ഞല്ലേ, അവൾക്കെന്തറിയാം? ഇതേ നീ വാ. വരാനേ പറഞ്ഞേ. മരിച്ച വിവരം ഇവിടെ അറിയിച്ചില്ലായിരുന്നോ? അറിയിക്കൊക്കെ ചെയ്തു. പിന്നെന്താ പോയിരുന്നത്? ഉണ്ണി എന്തായി പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് ആ വീട്ടിൽ പോകാൻ കൊള്ളാമോ? മരണത്തിന് മുമ്പ് സ്റ്റാറ്റസ് നോക്കിനി ചോക്ലേറ്റ് വേണോ? വേണം. ആ ഇത് വെച്ചോ. ആ പിന്നെ അച്ഛനൊരു കാര്യം ചോദിച്ചാൽ മോള് നേര് പറയുമോ? ആ, പോസ്റ്റ്മാൻ മോളുടെ കത്ത് കൊണ്ട് തന്നായിരുന്നോ? തന്നു. ഗീതാന്റിക്ക് കൊടുക്കാനാ തന്നത്. എന്നിട്ട് അമ്മ കൊടുത്തോളാന്നും പറഞ്ഞ് മേടിച്ചു. എന്നിട്ട് എന്തുണ്ടായി? മുത്തശ്ശി അമ്മയും കൂടെ മുറിയിലിരുന്ന് വായിച്ചിട്ട് കേറി കളഞ്ഞു. എടി എടി, എന്തിനാണ് ഉള്ള നാളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്? അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശി എന്നെ എഴുത്ത് കീറി കളഞ്ഞത്. മോളെ നീ അപ്പുറത്തെ കളിച്ചോ. ചേച്ചി, ഞാൻ പറയുന്നത് ക്ഷമിക്കണം. ചേച്ചി ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. നിൽക്കാൻ പാടില്ലെന്നോ? എന്ന് ആര് പറഞ്ഞു? ഞാൻ പറയുന്നു, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയാണ്. ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ കൂടാണ്. അമ്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന മകൾ അപകടകാരിയാണ് എല്ലാ തരത്തിലും. ഇതൊക്കെ പറയാൻ നിനക്കെന്താ അവകാശം? എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു. ഇനി അത് സമ്മതിച്ചു തരാൻ മനസ്സില്ല. ഇവിടെ ഞാനും എന്റെ ഭാര്യയുണ്ട്.